പുതിയ കാലമാണെങ്കിലും CPM എന്ന പാർട്ടി ഒരു 50 കൊല്ലം മുൻപ് തന്നെ ജീവിക്കുകയാണിപ്പോഴും. ആളുകളെ ഇല്ലാതാക്കിയാൽ ഒരു പാർട്ടിയെ നശിപ്പിക്കാമെന്ന് വിചാരിച്ച് മറ്റു പാർട്ടിക്കാരെ കൊന്നൊടുക്കിയ പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ആ പാർട്ടി ഉപ്പ് വച്ച കലം പോലെ തീർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ പരിപാടികൾക്ക് ശേഷം ഇപ്പോഴിതാ എതിരാളികൾ ശക്തരാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി കൊല്ലാൻ നിൽക്കുന്നില്ലെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്നും അങ്ങ് മാറ്റുക, അതിനാവശ്യമെങ്കിൽ BJPയുടെ സഹായവും തേടുകയാണ്. അതാണ് ആദ്യം തിരുവനന്തപുരം മുട്ടട വാർഡിൽ കണ്ടത്. പക്ഷേ രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ അവകാശമായ വോട്ടവകാശം അത് നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടെ CPMകാരുടെ പൊടി പോലും ആ വിഷയത്തിൽ കാണാനില്ല. സത്യത്തിൽ അവർക്ക് ഭയമാണ് ഈ വൈഷ്ണയെ പോലുള്ള സ്ഥാനാർത്ഥികളുടെ കടന്നുവരവ്. LDFിൻ്റെ സിറ്റിംഗ് വാർഡിൽ നടക്കുന്ന മുന്നേറ്റവും ശബരിനാഥിൻ്റെ നേതൃത്വവും ഒക്കെ ആകുമ്പോൾ കുത്തകയാക്കി വച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്നൊരു ഭീതി CPMനെ വല്ലാതെ ഭ്രാന്തമാക്കി കഴിഞ്ഞു. അതാണ് മുട്ടടയിൽ മുട്ടിനോക്കിയതും കോടതിയിൽ പരാജയപ്പെട്ട് നാണം കെട്ടതും. അതിനുശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ കണ്ടത്. കോഴിക്കോടിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തിത്വമാണ് സംവിധായകൻ കൂടിയായ VM വിനു. അദ്ദേഹം മേയറായി എത്തുന്നു UDFിൻ്റെ ഭാഗത്തു നിന്ന് അറിഞ്ഞത് മുതൽ വല്ലാത്തൊരു പിരിയിളകിയിരിക്കുകയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിനും ഇപ്പോൾ വോട്ട് നിഷേധിച്ചിരിക്കുന്നു. വോട്ടില്ലാത്ത ഒരാൾക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല എന്നാണ് CPM പറയുന്നത്. VM വിനു CPMന് പണി തരും എന്നുറപ്പിച്ച് CPM പറ്റിച്ച പണിയാണ് ഈ വോട്ട് നിഷേധം എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. പക്ഷേ ലവലേശം പിന്മാറിയിട്ടില്ല VM വിനു, കുലുങ്ങിയിട്ടില്ല. ഒറ്റ ചോദ്യം മാത്രം: കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തൊരു പൗരൻ, ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത ഒരു പൗരൻ, ഈ തെരഞ്ഞെടുപ്പിൽ പൊടുന്നനെ വോട്ട് നഷ്ടപ്പെടുന്നത് എങ്ങനെ? അതും മേയർ സ്ഥാനാർത്ഥിയാകും എന്നുറപ്പിച്ച ഒരാൾക്ക്. അപ്പോൾ ഒരാൾക്ക് വോട്ട് നിഷേധിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം വച്ച് നോട്ടീസ് നൽകണം. അതാണ് പതിവ്. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ മറുപടിയും നൽകണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒരു പൗരൻ്റെ വോട്ടിന്മേൽ തീരുമാനമെടുക്കാൻ. അതൊന്നും ചെയ്യാതെ വോട്ടൊഴിവാക്കിക്കളഞ്ഞത് ആര് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അവർ മറുപടി പറയേണ്ടി വരും. അത് തന്നെയാണ് കോഴിക്കോട്ടെ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിനും പറയാനുള്ളത്. തിരുവനന്തപുരം പോലെ തന്നെ CPMൻ്റെ കുത്തകയായിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലും കോൺഗ്രസ് സഖ്യം വിജയം നേടും എന്നുള്ളൊരു ധ്വനി വന്നപ്പോഴാണ് വോട്ട് നിഷേധിച്ച് രക്ഷപ്പെടാൻ CPM നോക്കിയത്. പക്ഷേ കോടതിയിൽ വിശ്വാസമർപ്പിച്ച് വിനുവും കോൺഗ്രസും UDFും നിയമം വഴി പോരാടി ജയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 45 വർഷത്തോളമായി കാണുന്ന ഒരു കാര്യമാണ് ഇതെന്നും, എന്നാൽ കോഴിക്കോട്ടെ ഇടതുഭരണം മടുത്തുപോയ ജനങ്ങളാണ് തനിക്ക് പിന്തുണ നൽകി സ്ഥാനാർത്ഥിയാക്കിയത് എന്നും വിനു പറയുന്നു. ഇനി ഭരണം നൽകാൻ കാത്തിരിക്കുന്നത് അവരെന്നും UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി VM വിനു ഉറപ്പു പറയുകയാണ്. കോടതിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും, ഒപ്പം തന്നെ അധികാരത്തിൽ വരുമെന്നും പറഞ്ഞ VM വിനുവിൻ്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. എത്രയോ കാലമായി ഞാൻ കോഴിക്കോടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എല്ലാ വർഷവും അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് വോട്ടുണ്ടോ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, അത് അത്ര ജാഗ്രത കുറവ്. എന്നിൻ്റെ ഒരു വിശ്വാസം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേ കോർപ്പറേഷനിൽ വോട്ട് ചെയ്താണ് ഇവർക്ക് എല്ലാവരും അറിയാം. ഞാൻ അവിടെ ബൂത്തിലും അവിടെ പോയി നിന്നിട്ട് അതിൻ്റെ ആ കൗൺസിലിന് വേണ്ടി പ്രവർത്തിച്ച കക്ഷിയാണ്. അപ്പോൾ അതിൽ സംശയത്തിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് ഒരാളെ കുറ്റം പറയുക, ഇനിയിപ്പോൾ അഥവാ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വോട്ട് നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശം? ഞാനിവിടുത്തെ പൗരനല്ലേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ വോട്ടിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഈ ഭരണസമിതി അല്ലെങ്കിൽ നമ്മളെ സംഘടനയിലെ വീഴ്ച വന്ന എല്ലാ കാര്യവും അങ്ങനെ വീഴ്ച വന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ജനിച്ച് വളർന്നൊരു പൗരനാണ്. എൻ്റെ വോട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് എൻ്റെ വോട്ട് നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ വോട്ട് നിഷേധിക്കുന്ന ഒരു നോട്ടീസ് നൽകണം. അങ്ങനെ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഇപ്പോൾ വീട് മാറി താമസിക്കുന്ന ഒരു കക്ഷിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മരിച്ചു പോയി നിൽക്കാൻ, അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അതിന് നോട്ടീസ് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള രീതികൾ. വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് നീക്കം ചെയ്യുക, ആരെങ്കിലും പരാതി കൊടുക്കണം. അപ്പോൾ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് CPMും LDF ഒക്കെ പറയുന്നത്. പരാതി കൊടുക്കാൻ പറഞ്ഞത് ഇന്നലെയല്ലേ ഇതിൻ്റെ സംഭവം തിരിച്ചു വരുന്നത്. കാരണം അതിൻ്റെ കാരണം എനിക്ക് വോട്ടുണ്ടെന്നുള്ളത് ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്.
എൻ്റെ മറ്റേ കോൺഗ്രസ് പാർട്ടിയിലെ എൻ്റെ നേതാക്കളും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതിന് പ്രത്യേകമായിട്ട് പെട്ടെന്ന് എടുത്ത് നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ പറയൂ. വിനുവേട്ടൻ്റെ ഭാര്യയ്ക്കും മകൻ്റെയും വോട്ട് വെട്ടിയിട്ടില്ലേ? മോനുമില്ല വോട്ട്, മോനുമില്ല. ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ പാകിസ്ഥാനിൽ നിന്ന് വന്നത്. അപ്പോൾ ആർക്കും വോട്ടില്ല. നമുക്ക് നമ്മൾ പറയുന്നത് ഒരു പ്രചാരണ തന്ത്രമാണ്, ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിനെ ഗൂഢാലോചനയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ പ്രചരണ തന്ത്രമൊന്നും ആവശ്യമില്ല. കാരണം ജനങ്ങൾ തന്നെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വോട്ടില്ല പറഞ്ഞ് പ്രചരണം, അതൊക്കെ അവരുടെ തന്ത്രമല്ലേ. ഇവിടെ എല്ലാവരും, ഞാനിപ്പോൾ ഇവിടെ 2-3 ദിവസമായി ഞാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളുടെയും ഏത് പാർട്ടിയിലുള്ളതാണെങ്കിൽ അല്ലാത്തവരുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ, സഹിച്ച് മടുത്തു എന്നാണ് ആൾക്കാർ പറയുന്നത്. മുട്ടടയിലെ സമാനമായി കല്ലായിലും സംഭവിച്ചു, അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ഏത് തിരുവനന്തപുരത്തെ അത് തന്നെ, ഞാനത് തന്നെ വിശ്വസിക്കുന്നത്. കാരണം നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും കോടതി നിയമമുള്ളൂ ഇനിയിപ്പോൾ നമ്മൾക്ക് സാധാരണക്കാരൻ്റെ ഒരു ആശ്രയം. ബാക്കിയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് ഓരോ പാർട്ടിയും നേരും. കാരണം ബീഹാറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും. എൻ്റെ ഒരു വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കും എൻ്റെ പാർട്ടിക്ക് ഇത്ര വികാരം ഉണ്ടായെങ്കിൽ, വികാരപരമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു. 3-4 ലക്ഷം ആൾക്കാരുടെ വോട്ടുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ ബീഹാറിൽ കണ്ടാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കൊടുത്തു. കളക്ടർ എന്തെങ്കിലും ഹിയറിങ്ങിന് വിളിക്കാന്നെങ്കിലും പറഞ്ഞോ? ആ കളക്ടറിന് വേണ്ടി നടപടി എടുക്കുക, വിളിക്കുക, നാളെ ഇന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല, നമ്മൾ ഹൈക്കോടതിയിൽ പോകും. ഇവിടെ കോടതി ഇല്ലേ എന്ന് നമ്മളെന്താണ് പേടിക്കുന്നത്? കോടതി സത്യസന്ധമായ ഒരു വ്യവസ്ഥാപിത സ്ഥാപനമുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്കിതിലൊന്നും പേടിയില്ല. ഉഷാറാണ് മോനെ. ഇതിൻ്റെ പേരിൽ ഇനി ഉഷാറാക്കലില്ല. ഇത് നമ്മൾ ഓൾറെഡി ഉഷാറാണ്. ഇപ്പോൾ 40-45 കൊല്ലമായിട്ട് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ നിൽക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്നോ ജനങ്ങൾ ഉഷാറായി നിൽക്കുകയാണ്, ഇതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഉഷാറായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഉഷാറിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇനി അഥവാ എനിക്ക് വോട്ടില്ല എന്ന് വിചാരിക്കാം, എനിക്ക് നീതി കിട്ടിയില്ല എന്ന് വിചാരിക്കാം, ഇവിടെയുള്ള 76 വാർഡല്ലേ, 76 വാർഡിലും ഞാനുണ്ടാവും. ഞാൻ ആഞ്ഞ് പ്രവർത്തിക്കും. കാരണം എനിക്ക് ഈ കോഴിക്കോടിൻ്റെ മുഖം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് അതിനുവേണ്ടി ഇറങ്ങിയവരാണ്. ഞാൻ സിനിമ ചെയ്ത് നടന്നവനാണ്. എനിക്കിനിപ്പോൾ കുറച്ചൊന്ന് ആൾക്കാരെയും നാടിനെയും സേവിക്കും. ഞാൻ ജനിച്ചുള്ള നാട് നന്നാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇറങ്ങി തിരിക്കണം. ഇതിൽ ഒരടി പിന്നോട്ടില്ല.